ഹായ് ഓൾ, ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ക്ലീയുടെ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വളരെയേറെ എക്സൈറ്റഡ് ആണ്. ജൂൺ എൻഡിലേക്ക് എന്നൊക്കെ എക്സ്പെക്ട് ചെയ്ത് നിന്നതായിരുന്നു ഈ വർഷം. നേരത്തെ വരുന്നുള്ള റൂമേഴ്സൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് വരുന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങളും അതിൻ്റെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി റിഗ്രസ് ആക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മുകളിൽ ഒരുപാട് സംശയങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് സർട്ടിഫിക്കറ്റ്സ് റെഡിയാക്കാനും ഇങ്ങനെയുള്ള ഓട്ടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോബ് സെക്യൂറിയുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് റെഡിയാക്കാൻ പോകുന്നതിന് മുൻപ് ആ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടതിന് ശേഷം അതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ 17 ദിവസമാണ് ഞങ്ങളുടെ മുമ്പിൽ ഇനി ഉള്ളത് എക്സാമിന്. അപ്പോൾ ഈ 17 ദിവസം കൊണ്ട് എങ്ങനെ ഇത് ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ളൊരു ചിന്തയുള്ള ആളുകളും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ പുതിയ ക്രാഷ് കോഴ്സ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ 17 ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാം എന്ന് ആലോചിക്കുന്ന ആളുകളായിരിക്കും പലരും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കുള്ള അതിനുള്ള ഉത്തരമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ലേറ്റസ്റ്റ് ക്രാഷ് കോഴ്സാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഞങ്ങൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 25th ആണ് ഇപ്പം CE നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഡേറ്റ്. അപ്പോൾ എന്നാണോ ഇനി 25th മാറിയിട്ട് ഇൻ കേസ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്നാണോ എക്സാം വരുന്നത് അതുവരെ ഞങ്ങളുടെ കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി ക്ലാസ് ആയിരിക്കും. ഓക്കെ, റെഗുലർ ആയിട്ടുള്ള ഡെയിലി ക്ലാസ് ആണ് ഉണ്ടായിരിക്കുക. കോഴ്സിൻ്റെ ഭാഗമായിട്ട് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. അതോടൊപ്പം തന്നെ 25ഓളം ടെസ്റ്റുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ലോ എൻട്രൻസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ടെസ്റ്റിലാണ്. ഞങ്ങൾ 25 ടെസ്റ്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ തന്നെ ബെസ്റ്റ് ലോ എൻട്രൻസ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ലോമിനൻസ് ആപ്ലിക്കേഷൻ്റെ ആക്സസും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ സ്പെഷ്യാലിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ മോക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ടെസ്റ്റ് കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ അനലിറ്റിക്സ് കാണാം. നിങ്ങളുടെ സ്ട്രെങ്ത് ഏത് സബ്ജക്റ്റിലാണ്, വീക്ക്നെസ് ഏതിലാണെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഓരോ ടെസ്റ്റും സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കോഴ്സിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം CE കേരള എന്നുള്ള സൈറ്റിൽ കയറിയതിന് ശേഷം 3 ഇയർ ആണോ 5 ഇയർ ആണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പോർട്ടലിൽ ജോയിൻ കയറുക. അങ്ങനെ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ വായിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് പ്രീ റിക്വിസിറ്റ്സ് ഫോർ അപ്ലൈയിങ് ഓൺലൈൻ. നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ പറയുന്നുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം രജിസ്ട്രേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് പോർട്ടലിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് എടുക്കേണ്ടത് രജിസ്ട്രേഷൻ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ CEയുടെ സൈറ്റിൽ കയറി ജോയിൻ ചെയ്യാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൻ്റെ ഇടയ്ക്ക് വെച്ച് പോസ് ചെയ്ത ആളുകളാണെങ്കിൽ മാത്രമാണ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള പോർട്ടലിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിന് മെയിനായിട്ട് 5 സ്റ്റെപ്സ് ആണ് വരുന്നത്. ആദ്യം തന്നെ രജിസ്ട്രേഷൻ ആണ്. നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, മെയിൽ ID ഒക്കെ വെച്ചിട്ട് രജിസ്ട്രേഷൻ ആണ്. അത് കഴിഞ്ഞാൽ ഫിൽ ആപ്ലിക്കേഷൻ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ അതിലാണ് കൊടുക്കേണ്ടത്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേ ആപ്ലിക്കേഷൻ ഫീ ആണ്. ആപ്ലിക്കേഷൻ ഫീ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കണം. ജനറലുകാർക്കും SC/BC-കാർക്കും 900 ആണ്. SC/ST-കാർക്ക് 450 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സർട്ടിഫിക്കറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അതും കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റെപ്പായിട്ട് വരുന്നത് പ്രിൻറ്റ് അക്നോളജ്മെൻറ്റ് പേജ് ആണ്. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ പ്രിൻറ്റ് അക്നോളജ്മെൻറ്റ് പേജിൽ കാണാൻ വേണ്ടി സാധിക്കും. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരാൾ തീർച്ചയായിട്ടും എന്തായാലും അത് പ്രിൻ്റ് എടുത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിജിറ്റൽ കോപ്പിയുടെ കൂടെ തന്നെ ഒരു ഹാർഡ് കോപ്പി കൂടെ കയ്യിൽ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മൾ രജിസ്ട്രേഷൻ്റെ തന്നെ 5 സ്റ്റെപ്സ് പറഞ്ഞു. ആ 5 സ്റ്റെപ്സ് തന്നെയാണ് ഇതിൽ വീണ്ടും കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ആണ്. പ്രോസ്പെക്ടസ് വായിച്ച് നോക്കിയിട്ടുണ്ട്. മെയിൽ ID, ഫോൺ നമ്പർ തുടങ്ങിയ ഇമേജ്, ഫോട്ടോഗ്രാഫ് എല്ലാത്തിൻ്റെ സോഫ്റ്റ് കോപ്പി ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ്. എല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജാണ് നിങ്ങളുടെ മുൻപിൽ വരിക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പേര്, ഫുൾ നെയിം കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആണോ, ഇൻകമിംഗ് കോൾസും OTP തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്പർ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം തന്നെ കൊടുക്കാം. കൺഫേം മൊബൈൽ നമ്പർ, മുകളിൽ കൊടുത്ത നമ്പർ ഒന്നുകൂടെ റീടൈപ്പ് ചെയ്യണം. അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് 2 വട്ടം അവരത് ചോദിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ മെയിൽ അഡ്രസ്സാണ്. മെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, ആക്റ്റീവ് ആയിട്ടുള്ളതാണോ. നിങ്ങളുടെ പ്രൈമറി മെയിൽ ID തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
അത് വീണ്ടും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് റീടൈപ്പ് ചെയ്യാനാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പാസ്വേഡാണ്. പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ്. പിന്നെ ആക്സസ് കോഡ് നിങ്ങൾക്ക് ഇത് നമ്മുടെ ഇവിടെ ഒരു കോഡ് ഉണ്ടാവും, അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, പാസ്വേഡ് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ ഒരു പേപ്പറിലോ മറ്റോ നോട്ട് ചെയ്ത് വെച്ചാൽ അതും നന്നായിരിക്കുന്നതാണ്. ഒരുപാട് പേര് ഇത് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് പാസ്വേഡ് മറന്നു പോകുന്ന ഒരു ഇഷ്യൂ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. എല്ലാം ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ പേജാണ് വരുന്നത്, തൊട്ടടുത്ത പേജിൽ വരുന്നത്. നിങ്ങൾ കൊടുത്ത കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. നമ്മൾ നേരത്തെ 2 വട്ടം മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാം കറക്റ്റ് ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കൺഫേം കൊടുക്കുക. ന്യൂ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും. ഓക്കെ, സാധിക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രം കൺഫേം ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തൊട്ടടുത്ത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സിം ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും, ആ OTPയും കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, യെസ്. തൊട്ടടുത്ത പേജിൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ വരും, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എങ്ങനെയായാലും ഒരു 2 സ്ഥലത്തായിട്ട് ഇത് ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കണം. മിസ്സായി കഴിഞ്ഞാൽ പിന്നെ CEയിലേക്ക് മെയിലിട്ട് കോൾ ചെയ്തൊക്കെ ഇത് റിട്രീവ് ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതല്ല, പാസ്വേഡ്, ആപ്ലിക്കേഷൻ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൊസീഡ് ടു ഫിൽ ആപ്ലിക്കേഷൻ ആണ്. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 സ്റ്റെപ്പാണ്. അതിൽ ആദ്യത്തേതാണ് രജിസ്ട്രേഷൻ. ഓക്കെ, യു ഹാവ് കംപ്ലീറ്റഡ് സ്റ്റെപ്പ് 1 ഓഫ് 5. 1 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. അത് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഫിൽ ആപ്ലിക്കേഷൻ. ഈ വിൻഡോയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്ന ചൂസ് എക്സാമിനേഷൻ സെൻറ്റർ ആണ്. നിങ്ങൾക്ക് എവിടെയാണോ പ്രയോറിറ്റി, നിങ്ങൾക്ക് എവിടെയാണോ കിട്ടണം സെൻറ്റർ, എനിക്ക് കോഴിക്കോട് വേണമെന്ന് തോന്നുന്ന ഒരാളാണെങ്കിൽ പ്രയോറിറ്റി 1ൽ കോഴിക്കോട് കൊടുക്കുക. ഇനി കോഴിക്കോടിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ കോഴിക്കോട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് ഇനി മലപ്പുറം, തൃശ്ശൂരൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെക്കൻഡായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് പ്രയോറിറ്റി വരുന്ന സ്ഥലം ഏതാണ് നോക്കിയിട്ട്, കോഴിക്കോടുള്ള ഒരാളാണെങ്കിൽ തൊട്ടടുത്ത് പോകാൻ സൗകര്യം ഏതാണെന്നുള്ളത് നോക്കിയിട്ട് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കാൻ ലേറ്റ് ആവുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റിയിലുള്ള സ്ഥലം കിട്ടാനുള്ള ചാൻസ് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ 14 പ്രയോറിറ്റിയാണ് ഉള്ളത്. യെസ്, അങ്ങനെ 14 എണ്ണവും കൊടുക്കുക. 14 എണ്ണം അതിൻ്റെ ഓർഡറിൽ തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് പോയി വരാൻ സൗകര്യം, ടൈമിംഗ് എല്ലാം നോക്കിയിട്ട് തന്നെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജെൻഡർ ആണ് ചോദിക്കുന്നത്, അത് കൊടുക്കാം. നാഷണാലിറ്റി ഒബ്വിയസ്ലി ഇന്ത്യൻ തന്നെ ആയിരിക്കും. നേറ്റിവിറ്റി അതും കൊടുക്കാം. ആധാർ നമ്പർ മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. ആധാറിൻ്റെ സോഫ്റ്റ് കോപ്പി അപ്ലോഡ് ചെയ്യാനൊന്നും തന്നെ പറയുന്നില്ല. നെയിം ഓഫ് ഫാദർ കൊടുക്കണം, മദർ കൊടുക്കണം. ഇതിൽ ഗാർഡിയനായിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള ആരാണോ അവരെ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചില ആളുകളുടെ പാരൻസ് അബ്രോഡൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ആളാരാണോ അവരെ ഗാർഡിയനായിട്ട് കൊടുക്കാം. റിലേഷൻഷിപ്പ് വിത്ത് ഗാർഡിയൻ, നേറ്റീവ് ഡിസ്ട്രിക്റ്റ് ഓഫ് ഫാദറിൻ്റെ ജില്ല ഏതാണ്, അതുപോലെ തന്നെ മദറിൻ്റെ ജില്ല ഏതാണ് തുടങ്ങി അതും മാൻഡേറ്ററി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിൽ നിങ്ങൾക്ക് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ആദ്യം തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത നമ്പർ അല്ലാതെ ജസ്റ്റ് ഇൻ കേസ് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നമ്പർ നിങ്ങളുടെ തന്നെ പാരൻസിൻ്റെ ആരെങ്കിലുമൊക്കെ നമ്പർ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ പെർമനൻറ്റ് അഡ്രസ്സാണ് നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള അഡ്രസ്സ്. അതും ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം, പോസ്റ്റ് ഓഫീസ് എല്ലാം വളരെ കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്കാണ് വരിക. ഓക്കെ, അപ്പോൾ പെർമനൻറ്റ് അഡ്രസ്സ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു അഡ്രസ്സും ഉണ്ട്. പല ആളുകൾക്കും പെർമനൻറ്റ് അഡ്രസ്സിലല്ല അവർ താമസിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അഡ്രസ്സ് ഫില്ല് ചെയ്യാനുള്ള പേജാണ് അടുത്തത് വരുന്നത്. ഇൻ കേസ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഈ അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓട്ടോ ഫില്ല് ആവുന്നതായിരിക്കും. ഓക്കെ, അതും കഴിഞ്ഞാൽ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. ക്വാളിഫയിങ് എക്സാമിനേഷൻ 5 ഇയറുകാരാണെങ്കിൽ നിങ്ങളുടെ +2 എക്സാം ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. 3 ഇയറുകാരാണെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് പഠിച്ച കോഴ്സ് ഏതാണോ, UG അല്ലെങ്കിൽ PG ആണെങ്കിൽ ആ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. എക്സാമിനേഷൻ സ്റ്റാറ്റസ് പല ഡിഗ്രിക്കാരുടെയും അതുപോലെ തന്നെ +2കാരുടെ റിസൾട്ട് വന്നിട്ടില്ല ഈ വർഷം, നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ഫോർ റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുത്താൽ മതി. കംപ്ലീറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ പാസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഹാവ് യു അപ്ലൈഡ് ഫോർ ഇൻ്റഗ്രേറ്റഡ് 5 year LLB യെസ് ഓർ നോ കൊടുക്കുക. അത് നിങ്ങളിത് 3 year ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത്, നെഗ്ലക്ട് ചെയ്ത് കളയാൻ ആവശ്യമില്ല. ഡു യു റിക്വയർ എ സ്ക്രൈബ്, നിങ്ങൾക്ക് സ്ക്രൈബിനെ വെച്ചിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ യെസ് കൊടുക്കുക, അല്ലാത്ത പക്ഷം നോ കൊടുത്ത് നമുക്ക് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്.
തൊട്ടടുത്ത വിൻഡോ വരുന്നത് കമ്മ്യൂണൽ റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ട എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഡൗൺ വരും. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്യുക. തൊട്ടടുത്ത് കമ്മ്യൂണിറ്റി ഓഫ് ഫാദർ, നിങ്ങളുടെ ഫാദറിൻ്റെ കമ്മ്യൂണിറ്റി എന്താണെന്നുള്ളതാണ്. അതും സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് വരും. ഏതാണെന്നുള്ളത് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യുക. താഴെ മദറിൻ്റെതും അതുപോലെ തന്നെ കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ സ്പെഷ്യൽ റിസർവേഷൻ ആണ്, ഓൾറെഡി കമ്മ്യൂണിറ്റി റിസർവേഷന് പുറമേ ഉള്ള സ്പെഷ്യൽ റിസർവേഷൻ ആണ്. എക്സ് സർവീസ്മെൻ, ചിൽഡ്രൻ ഓഫ് എക്സ് സർവീസ്മെൻ കോട്ട, അത്തരത്തിൽ ഏതെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. എക്സ് പാരാമിലിറ്ററി, ഡിസബിലിറ്റീസ് ഉണ്ട്, സ്പോർട്സ് കോട്ട ഉണ്ട്, NCC ഉണ്ട്, അതുപോലെ തന്നെ കൺസെഷൻ ഫോർ ഡിപ്പെൻഡൻറ്റ് ഓഫ് ഫിഷർമെൻ, OEC, അതുപോലെ ഒരുപാട് റിസർവേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ തീർച്ചയായിട്ടും കൊടുക്കേണ്ട ഒരു വിൻഡോ തന്നെയാണിത് സ്പെഷ്യൽ റിസർവേഷൻ്റെത്. അതും വളരെ ശ്രദ്ധയോടെ കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതലാണ് ഇത്തരത്തിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ്റെ സമയത്ത് തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ റീഫണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തരാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഇത് കൊടുക്കുമ്പോഴും നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് മൊബൈൽ നമ്പർ കൊടുത്ത പോലെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിം ചോദിക്കുന്നുണ്ട്, ബാങ്ക് ഏതാണ്, ബാങ്കിൻ്റെ ബ്രാഞ്ച് ഏതാണ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഇതൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. റീഫണ്ട് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി IFSC കോഡും എല്ലാം കൊടുത്തതിന് ശേഷം ഇതും സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. യെസ്, നെക്സ്റ്റ് പ്രിവ്യൂ ഓഫ് ആപ്ലിക്കേഷൻ ഫോം. നിങ്ങൾ ഇതുവരെ ഫില്ല് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജെൻഡർ, നാഷണാലിറ്റി, നേറ്റിവിറ്റി, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത, നിങ്ങൾക്ക് സെൻറ്റർ എവിടെയാണ് വേണ്ടതെന്നുള്ള പ്രയോറിറ്റി കൊടുത്തതിൻ്റെ ഒരു ലിസ്റ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വായിക്കണം. ഇത്ര മാത്രമല്ല, ഇതിൻ്റെ താഴേക്ക് ഒരുപാട് സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇതുവരെ ഫില്ല് ചെയ്ത ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഓക്കെ, അതിൻ്റെ പ്രിവ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം അടുത്തത് വരുന്നത് ഡിക്ലറേഷൻ ആണ്. 3 ഡിക്ലറേഷൻ ആണ് നമുക്ക് വരുന്നത്. പ്രോസ്പെക്ടസ് വായിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണ്, അതുപോലെ തന്നെ സിറ്റിസൺ കാർഡ് ഹോൾഡർ ആണ് തുടങ്ങിയ യൂണിവേഴ്സിറ്റി റിസർവേഷൻ, അങ്ങനെ അത്തരത്തിലുള്ള എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ ഡിക്ലറേഷൻ ആണ്. അത് 3ഉം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സേവ് ആൻഡ് ഫൈനലൈസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ വരുള്ളൂ. അത് 3ഉം ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് ഫൈനലൈസ് കൊടുക്കാം. അടുത്തത് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള പേ ആപ്ലിക്കേഷൻ ഫീ ആണ്. ആപ്ലിക്കേഷൻ ഫീ കൊടുക്കുന്നതിൻ്റെതാണ്. 2 കംപ്ലീറ്റ് ചെയ്തു എന്ന് ഇവിടെ കാണിക്കും. പേ ആപ്ലിക്കേഷൻ ഫീ കൊടുത്തു കഴിഞ്ഞാൽ 900 ആണ് ആപ്ലിക്കേഷൻ ഫീ ജനറൽ ആൻഡ് SCBC-കാർക്ക്. SC/ST-കാർക്കാണ് 450 റുപ്പീസ് ഫീസ് വരുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. യെസ്, ഡെബിറ്റ് കാർഡ് വെച്ച് ചെയ്യുന്ന സമയത്ത് നില്ലാണ് ഫീസ് വരുന്നത്. ഡെബിറ്റ് കാർഡുള്ള ആളുകൾ അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ചാർജ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യെസ്, അപ്പോൾ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗേറ്റ് വേ വഴി പോയി നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതുമായി പേയ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് ഇവിടേക്ക് തന്നെ വരാവുന്നതാണ്. അങ്ങനെ പേയ്മെൻറ്റ് ഡണ്ണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കി വെച്ചതിന് ശേഷം നമുക്കത് അടുത്ത സ്റ്റെപ്പ് വരുന്നത് 4th സ്റ്റെപ്പായിട്ടുള്ള അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ആണ്. സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല. അപ്ലോഡ് ഇമേജസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ള പ്രീ റിക്വിസിറ്റ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇതിന് ഇത്ര സൈസ് ഉണ്ട്, വിഡ്ത്ത് ഇത്രയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം റീസൈസ് ചെയ്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം അത് രണ്ടും അപ്ലോഡ് ചെയ്യുക. അതുകൂടി അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തും. പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് പേജ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ് കോപ്പി കീപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഹാർഡ് കോപ്പി കൂടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് പ്രിൻ്റ് എടുത്തതിന് ശേഷം അതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി സ്പോർട്സ് കോട്ട റിസർവേഷൻ എടുത്തിട്ടുള്ള ആളുകൾ ഇതിൻ്റെ അക്നോളജ്മെൻറ്റ് പേജും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് മുതലായ കാര്യങ്ങളെല്ലാം തന്നെ സെക്രട്ടറി, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, തിരുവനന്തപുരം 695001 എന്ന് പറഞ്ഞ അഡ്രസ്സിലേക്ക് നിങ്ങൾ പോസ്റ്റലായിട്ട് അയക്കണം. അത് 15/6/2025 മുൻപായിട്ട് അവിടെ എത്തുന്ന രീതിക്ക് തന്നെ അയക്കണം. ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്പോർട്സ് കോട്ട റിസർവേഷൻ അവൈലബിൾ ആവുകയുള്ളൂ. ഒരുപാട് പേര് അത് കൊടുത്തിട്ട് ഇത് അയക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള പല ആളുകൾക്കും കിട്ടാതെ പോയ സാഹചര്യം മുൻപ് ഉണ്ടായിട്ടുണ്ട്. സ്പോർട്സ് കോട്ട ഉള്ള ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അഡ്രസ്സിലേക്ക് കറക്റ്റ് തന്നെ അയയ്ക്കുക.
15/6/2025 ലാസ്റ്റ് ഡേറ്റ്. അതിന് മുൻപ് അവിടെ എത്താനും വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ട് ഹൗ ടു അപ്ലൈ എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഹൗ ടു പ്രിപ്പയർ എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ. അത്തരത്തിലുള്ളൊരു ചോദ്യം ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജോബ് സെക്യൂരിറ്റിയുടെ പുതിയ ക്രാഷ് കോഴ്സ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയിലി ക്ലാസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി ക്ലാസ്സും അതോടൊപ്പം തന്നെ 25 ടെസ്റ്റുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വരുന്ന 17 ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ എല്ലാ ദിവസത്തെ ക്ലാസ്, അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ടെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുക, അതുപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് ലെക്ചേഴ്സും കിട്ടുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ പുതിയ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ക്ലീ എക്സാം എന്നാണോ അതുവരെയായിരിക്കും ഞങ്ങൾ ക്ലാസ് ഉണ്ടായിരിക്കുക. കോച്ചിങ് തുടങ്ങി എക്സാം വരെ നിങ്ങളോടൊപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. വളരെ എഫക്റ്റീവായ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.